പ്രഭു, ത്രിലോകസുന്ദരി രംഭ അങ്ങയെ മുഖം കാണിക്കുവാനായി കാത്തു നിൽക്കുന്നു. എങ്കിൽ രംഭയോട് നമ്മെ വന്ന് മുഖം കാണിക്കാൻ പറയൂ. പ്രഭു, അടിയന് അങ്ങയോടൊരു കാര്യം ഉണർത്തിക്കാനുണ്ട്. ശാപമോക്ഷം കിട്ടി ഭൂമിയിലേക്ക് പോയ ഗന്ധർവന്മാർ അവിടുത്തെ സംഗമകഥകൾ ഇവിടെ വന്ന് പറഞ്ഞ് ബാക്കിയുള്ള ഗന്ധർവന്മാരെല്ലാം ഉദ്യാനത്തിൽ കിടന്ന് കൂന്തളിപ്പ് കാണിക്കുന്നു. അയ്യോ, അങ്ങനെ എല്ലാ ഗന്ധർവന്മാരെയും കൊന്നു കളഞ്ഞാൽ പിന്നെ വീക്ക് ഡേയ്സിൽ ഇവിടെ പാട്ട് പാടാൻ ആളുണ്ടാവില്ല മഹാരാജൻ. പിന്നെ അങ്ങയെയും എന്നെയും ചേർത്ത് ഇവിടെ ചിലവരൊക്കെ എന്തൊക്കെയോ പാടി നടപ്പുണ്ട്. എന്തോ ആ ദാ വരുന്നു രൂപേഷ് ഗന്ധർവൻ. ആയിക്കോട്ടെ. അല്ലയോ മഹാരാജ, ഈ ലോകത്ത് നിന്നും ആ ഭൂമിയിലേക്ക് എന്നെ ശബ്ദം പറഞ്ഞു വിട്ടാലും എന്തിനാ രൂപേഷ്? സംഗമം നടത്താൻ. ഈ കോലം വെച്ചോണ്ട് മക്കളുടെ ഗന്ധർവന്മാർ പറഞ്ഞത് ഓക്കെ. നീ ഈ കോലം വെച്ച് ഭൂമി ചെന്നിട്ട് എന്ത് കാണിക്കുന്ന ഈ പറയുന്നേ? ശശിഗന്ധർവൻ നേടാൾ വാഴത്തെ ഞാൻ ഗന്ധർവൻ. അപ്പൊ ഇവിടെ കൂലിപ്പണിക്കാരാണോ? ഞാൻ എന്നെ ഒന്ന് സ്വയം ബൂസ്റ്റ് ചെയ്യുന്നതാ. നിനക്ക് വേണമെങ്കിൽ നീ സ്വന്തമായിട്ട് ബൂസ്റ്റ് ചെയ്ത് കയറ്റിക്കണം. ചുമ്മാ എന്നെ ഞാൻ വല്ല പറഞ്ഞുണ്ടല്ലോ. എന്തായാലും ഗന്ധർവൻ വന്ന സ്ഥിതിക്ക് ഒരു പാട്ടായേക്കാം. നിങ്ങൾ പറയുമ്പോൾ 24 മണിക്കൂർ ഇരുന്ന് പാടാൻ എന്റെ തൊണ്ടയ്ക്ക് FM റേഡിയോ ഒന്നും അല്ലിരിക്കുന്നത്. അതൊരു സുന പേടകമാണ്. സുനയല്ല സന. എന്ത് സുനയായാലും ആയിക്കോട്ടെ. പ്രഭു, അങ്ങേക്ക് എന്നെ ഒന്ന് ശപിക്കാം. എന്തിനാണ് ശശിഗന്ധർവൻ ഞാനിപ്പോ നിങ്ങളെ ശപിക്കുന്നേ? അങ്ങനെ എന്നെ ശപിച്ചു കഴിയുമ്പോൾ എനിക്ക് ഭൂമിയിൽ ചെന്ന് സംഗമം നടത്താമല്ലോ. ഗന്ധർവ, ഒരു കാര്യം പറയട്ടെ. ഒന്നാമത് ഈ കോലം വെച്ച് ഭൂമിയിലേക്ക് പോയാൽ ശരിയാവത്തില്ല. പക്ഷെ രൂപം ശരിയാവില്ല. അവരെ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. അതല്ല, ഈ രൂപത്തിൽ പോയി എങ്ങനെ ഇഷ്ടപ്പെടാനാ? പ്രഭു, എന്നെ വയറ് കണ്ടിട്ടാണ് ഇത് പറയുന്നെങ്കിൽ ഞാനിപ്പോ ജിം അടിക്കുന്നുണ്ട്. പ്രഭു, ജിമ്മല്ല, നിന്നെ കണ്ടറിയാം. നീ വൈകുന്നേരം കട്ടൻ ഡ്രമ്മാണ് അടിക്കുന്നത്. ശരിയാവത്തില്ല. അങ്ങനെ പറയാം. എനിക്ക് ഭൂമിയിൽ പോയി എനിക്ക് സംഗമം നടത്താൻ അങ്ങ് എന്നെ ശപിക്കണം. ഇല്ല, ഞാൻ ഒരു കാര്യമില്ലാണ്ട് എങ്ങനെയാണ് ശശിഗന്ധർവ നിന്നെ ഞാൻ ശപിക്കുന്നത്? നീ ശപിക്കത്തില്ലല്ലേ? ശപിക്കില്ല. നീ ശപിക്കത്തില്ലല്ലേടാ? പിന്നെന്താണ്? ഇന്ദ്രദേവനക്കാരൻ നീ എന്ന് വിളിച്ചിരിക്കുന്നു. നിന്നെ ഞാൻ ശപിക്കുന്നില്ല. എന്തൊരു കഷ്ടമെന്ന് പറയാം. 18ാമത്തെ വയസ്സ് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ്. ഇതുവരെയായിട്ട് ഇങ്ങനെ ഒന്ന് ശപിക്കുന്നില്ലെന്ന് വെച്ചാൽ കഷ്ടമാണിത്. ഞാൻ പറഞ്ഞത് ഒരു കാരണമാണ് ശപിക്കാൻ പറ്റില്ല ശശിഗന്ധർവ. എന്താണ് പറ്റാത്തത്? പറ്റില്ല. കാരണം വേണം. തക്കതായ കാരണമുണ്ടെങ്കിലും നീ ശപിക്കുമല്ലേടാ? അങ്ങനെ എനിക്ക് എന്താ ഇന്ദ്രദേവന്റെ കർണക്കുറ്റിക്ക് കഴിച്ച ഈ ശശിഗന്ധർവനെ ഞാൻ അങ്ങനെ ഇപ്പൊ ചോദിക്കണ്ട. ശപിക്കുന്നില്ല. ഇല്ല. നിങ്ങൾ ശപിക്കത്തില്ലല്ലേ? ഇല്ല. നിങ്ങളുടെ ശാപം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ഒരു ഗന്ധർവനും സഞ്ചരിച്ചിടാത്ത വഴികളുടെ ഒരു ഭ്രാന്തനെ പോലെ ഞാൻ സഞ്ചരിക്കും. അതൊരു വഴി അവിടെ പടിഞ്ഞാട്ട് കിടക്കുന്ന വഴി. കേട്ടാ, ഞാൻ പോയിട്ട് ചെറിയായിട്ടൂടെ ആരാന്ന്? ഞാൻ അസുരൻ. അസുരനെന്താ ഈ ദേവലോകത്ത് കാര്യം? അത് ചോദിക്കാൻ നമ്മളാരാണോ? ഞാൻ ചോദിച്ചതിന് ഉത്തരമല്ലല്ലോ ഇങ്ങോട്ട് കിട്ടിയത്. ഇതെന്താണ്? വാഴ ഇത് വാഴാൻ മനസ്സിലായി. ഇതാരാ? രാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടു. അതിന് ഇതിനു മുമ്പ് ദേവിയെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? സത്യം. സ്ത്രീത്വം തോന്നുന്ന മുഖഭാവം, കടഞ്ഞെടുത്ത കൈലല്ല മേനി, വാക്കിനും നോക്കിനും നടപ്പിലുള്ള അന്നമനട. അന്നമനട മാളക്കടുത്തുള്ള ഒരു സ്ഥലമാണ്. അതല്ല, അന്നനട. ഇതൊക്കെ പറയണെങ്കിലേ ധൃതരാഷ്ട്രനായിരിക്കണം. ധൃതരാഷ്ട്രനോ? അടിച്ചതളിക്കാറിയല്ലേ? എന്തോ അടിച്ചു തളിക്കാറിയാറില്ലേ? ഞാനോ? ഞാൻ ഈ ദേവലോകത്തെ
അസ്പര അപ്സര അപ്സരസ് ആ അത് മാത്രം പറയാൻ എന്റെ വായി കൊള്ളത്തില്ല. അപ്സരസാണ്. അസുരൻ എന്താണ് ഈ സമയത്ത് ഇന്ദ്രലോകത്ത്? അല്ല മുതലാളി, എന്നെ സ്നാനപ്പെടുത്തി ഒന്ന് ഗന്ധർവനാക്കണം. എന്തിന്? അല്ല, എന്നെ ഗന്ധർവനാക്കിയിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ ചെന്ന് കന്യാവത്തൊക്കെ ഓർന്നെടുത്തിട്ട് ഇങ്ങോട്ട് ഷടേന്ന് പോലും വരായിരുന്നു. അസുര, ആനുകൂല്യത്തിന് വേണ്ടി മതം മാറ്റാൻ ഇത് ഭൂമിയല്ല. അത് മാത്രമല്ല, എനിക്കിത് നരകത്തിലേക്ക് ചെല്ലാൻ പറ്റില്ല. അതിനോട്ട് എന്റെ ജോലിയൊക്കെ അവിടെ പോയി. എന്തായിരുന്നു എനിക്ക് ജോലി? നരകത്തിൽ അവിടെ നൂൽപ്പാലയില്ല, അവിടെ തോള് വിരിക്കലായിരുന്നു എന്റെ ജോലി. രാജകത്തിൽ ഞങ്ങൾ പറഞ്ഞു വെച്ചു. എന്തായാലും ശപിക്കുന്ന പരിപാടിയില്ല. എന്നെ ഒന്ന് ശപിച്ച് അങ്ങോട്ട് വിട്. ഇല്ല, ശപിക്കുന്ന പരിപാടിയില്ല. ശപിച്ച് വിട്. ഓ അസുര, ശപിക്കില്ല. അപ്പൊ ശമിക്കില്ല? ശപിക്കില്ല. ഉറപ്പാണോ? ഉറപ്പാണ്. പരമാത്രം? പരമാത്രം. എന്നാൽ അഹങ്കാരിയായ ദേവേന്ദ്ര, നിന്നോട് നാം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു. എന്ന് 27-ാം തീയതി. 27-ാം തീയതി പറ്റില്ല. അന്ന് എനിക്ക് മാറ്റമുണ്ട്. പാട്ട് ഒരു ചെറിയൊരു മാറ്റ യുദ്ധം വിളിച്ചില്ല. അതുകൊണ്ട് അന്ന് പറ്റത്തില്ല. അന്ന് പറ്റത്തില്ല. പറ്റത്തില്ല. താണ് ഇവന്മാരെയൊക്കെ കുഴപ്പം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് കയറി അമ്മ യുദ്ധം പ്രഖ്യാപിക്കും. വെറുതെ ആണ് നിന്നെയൊക്കെ അസുരാന്ന് വിളിക്കുന്നത്. പിന്നെ അസുരനല്ല സുരേന്ദ്രനാഥ് കയറി വെക്കാൻ പറ്റും. നമ്മുടെ പൊറയാളി കണ്ടിച്ചെങ്കിൽ അസുര, നിങ്ങൾ പിച്ചവിട്ട് വരാതെ പോകാൻ നോക്കൂ. യുദ്ധം ഉറപ്പാണ്. അങ്ങോട്ട് വരും, ഇങ്ങോട്ട് വരും കേട്ടോ. സ്വർഗലോകത്ത് ഉയരന്റെ ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. ദേവേന്ദ്രനെ തുപ്പുന്നു. എന്തിനുവാ? നീ എന്നെ ശപിക്കുന്നുണ്ടോ? ഞാൻ ശപിക്കില്ല. നീ ശപിക്കത്തില്ല. ശപിക്കില്ല. പിന്നെ എന്താ ദേവേന്ദ്രനാണോ ഞാൻ? തക്കതായ കാരണമില്ലാണ്ട് ഞാൻ ആരെയും ശപിക്കില്ല. ശപിക്കണ്ട. ഞാനേ രണ്ടെണ്ണം കഴിച്ചിട്ടുണ്ട്. കഴിച്ചിട്ടുണ്ട്. സുരപാനം ചെയ്തു കേട്ടോ. നിന്റെ ഒരു സിംഹാസനം ഇന്ദ്രസിംഹാസനത്തിൽ വന്ന് വാല് വെച്ച ഈ ശശി ഗന്ധർവനെ ഞാൻ ശപിച്ചിരിക്കുന്നു. ശപിച്ചെന്നല്ലേ പറഞ്ഞു? എന്നെ സത്യം സത്യം എന്നെ ശപിച്ചോ? ശപിച്ചു. എന്നെ ശപിച്ചോ? അങ്ങനല്ലേ ഞാൻ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞു. എന്നാൽ അത് പറ്റില്ല. ശാപം ഞാൻ തിരിച്ചെടുത്തിരിക്കുന്നു. വിട്ട സാധനം തിരിച്ചെടുക്കാൻ പറ്റില്ല. എന്നെ ശപിച്ചിരിക്കുന്നു. ഞാൻ ഭൂമിയിലേക്ക് പോവാണ്. ഞാൻ സംഗമം നടത്തിയ തിരിച്ചു വരത്തുള്ളൂ. കുറച്ച് അച്ചപ്പം, ഉണ്ണിയപ്പം, പപ്പടവട, മുറുക്ക്, പിന്നെ പോരാത്തതിന് എന്റെ വക ഒരു കുപ്പി അച്ചാറുമൊഴി ഒഴുകി പോകുമല്ലേ ഇരിക്കട്ടെ. അതിന് ഞാൻ ഗൾഫിലേക്ക് പണിക്ക് പോവല്ല. തന്നെയൊന്നല്ല, കുടുംബശ്രീക്കാർ ഇതുപോലെ കുറെ ഉണ്ടാക്കി വെച്ചിട്ട് എവിടെ കൊടുക്കണമെന്ന് അറിയാതെ അവിടെ കറങ്ങിയിരിക്കുകയാണ്. തൽക്കാലം കൈ വെച്ച വേണ്ട, ഞാൻ നിന്നോളാം. അത് ദേവേട്ട അനുഗ്രഹിക്കോ? ഞാനിന്ന് പൊളിക്കും. ദേവി ആത്മരാഗമേക കന്യാവനിയിൽ സുഖദം കളഗാനം പകരാനണയൂ ഗന്ധർവ വീണയാകൂ നീ ദേവി. ആരാത്? ഞാൻ ഗന്ധർവൻ. ഏ? ഗന്ധർവനോ? ഏത് ഗന്ധർവൻ? ഞാൻ പാട്ട് പാടുന്ന ഗന്ധർവൻ. ഏ? യേശുദാസാണോ? അതെന്താ? ഞാൻ സ്വർഗത്തിൽ പാട്ട് പാടുന്ന ആളാണ്. സ്വർഗത്തില് കട്ടുറുമ്പെന്ന് കേട്ടിട്ടുണ്ട്. സ്വർഗത്തില് പാട്ട് പാടുന്നെന്ന്. അത് ശരി, അത് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. മൊബൈലിൽ ചാറ്റ് ചെയ്യുന്ന കണ്ടപ്പോഴേ മനസ്സിലായി ഞാൻ വന്നത് സ്വർഗത്തിലെ കട്ടുറുമ്പായെന്ന്. നിങ്ങളിത് ആരാ? നിങ്ങൾ ആരാ ഈ പറയുന്നേ? ഞാൻ ഗന്ധർവനാണ്. വെറുതെ ഒരു പാലപ്പൂവിന്റെ സ്മെല്ല്. അത് പാലപ്പൂവിന്റെ സ്മെല്ലല്ല. പിന്നെ രാവിലെ 2 പാലപ്പം കഴിച്ചായിരുന്നു, ഇപ്പോൾ ഏമ്പക്കവും പോയി. അതായിരിക്കും. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ചോദിച്ചോ. നിങ്ങൾ ഗന്ധർവന്മാരൊക്കെ എന്തിനാ ഈ ഭൂമിയിലേക്ക് വരുന്നേ? അതറിയില്ല. ഇല്ല. അറിയില്ല. ഇല്ല. ഞങ്ങൾ ഗന്ധർവന്മാർ ഭൂമിയിലേക്ക് വരുന്നത് കട്ടിപ്പൂടി കട്ടിപ്പൂടിടാ, കണ്ണായ കണ്ടപ്പടി കട്ടിപ്പൂടിടാ. അതിനാണ് ഞങ്ങൾ ഭൂമിയിലേക്ക് വരുന്നത്. ഇത്രയൊക്കെ സംസാരിച്ച സ്ഥിതിക്ക് എന്നെ ഇഷ്ടമായോ? അയ്യോ, കാണാതെ ഇങ്ങനെ
കാണാതിരിക്കുന്നത് നല്ലത്. ഒന്നുമില്ല ഞങ്ങളുടെ ഗന്ധർവന്മാരുടെ തിയറി അനുസരിച്ച് ഗന്ധർവന്മാർ മറ്റുള്ളവർ മുമ്പ് പ്രത്യക്ഷം പാടാൻ പാടില്ല. അയ്യോ ഇപ്പൊ ഞാൻ കാണാതെ ഒരാളെ എന്നാ കാണാൻ എങ്ങനെ ഇരിക്കുമെന്നെങ്കിലും ഒന്ന് പറ. അടിപൊളിയാണോ, സുന്ദരനാണ്, ചുള്ളനാണ്? അപ്പൊ ദുൽഖർ സൽമാനൊക്കെ പോലെ ഇരിക്കോ? കുലുക്കി സർബത്തോ അതാരാണ്? അല്ല മമ്മൂട്ടിയുടെ മോനിലെ ദുൽഖർ സൽമാൻ. മോളെ ഞങ്ങൾ ദേവലോകത്ത് മമ്മൂട്ടി ഒന്നും ഞങ്ങൾക്ക് അറിയില്ല. ധാരാളം മമ്മൂട്ടി. എന്നാ നിറം എന്താണെന്നെങ്കിലും ഒന്ന് പറ. നിറമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അത്യപൂർവ നിറമാണ് എന്റേത്. അതായത് ഈ വാഴയൊക്കെ പൊളിച്ചു കഴിയുമ്പോൾ ഒരു കൂമ്പില്ലേ, ആ കൂമ്പ് ഇങ്ങനെ പൊളിച്ച് ചെല്ലുമ്പോൾ അകത്തൊരു കളറില്ലേ, അതാണ് എന്റെ കളറ്. അങ്ങനെയൊക്കെ കളറുണ്ടോ? അങ്ങനെ കളറുണ്ട്. അപ്പൊ ഈ പൊക്കമൊക്കെ എങ്ങനെയുണ്ടാവും? പൊക്കം എന്ന് പറഞ്ഞാൽ ഒരു 6 അടി പൊക്കമുണ്ട്. അയ്യോ എനിക്ക് അത്രയും പൊക്കമുള്ള ആൾ ഇഷ്ടല്ല. ഇല്ല, കുറച്ച് കുറയ്ക്കാറുണ്ടോ? അയ്യോ ഇത് കുറയ്ക്കാനൊക്കെ പറ്റുമോ? ഗന്ധർവന്മാർക്ക് എന്ത് ചെയ്യാമല്ലോ. അപ്പൊ വണ്ണമൊക്കെയോ? അല്ല ഈ ഗന്ധർവന്മാർക്ക് 6 പാക്ക് ഉണ്ടോ? ഇല്ല, തമ്പാക്ക് വേണേ. തമാശക്കാരനാണല്ലേ. തമാശയായിട്ട് തോന്നുന്നു അല്ലേ? ഈശോ എനിക്ക് ഇത്രയൊക്കെ സംസാരിച്ചപ്പോഴേ എനിക്ക് ഗന്ധർവനെ കാണാൻ കൊതിയാണ്. എന്റെ മുമ്പിൽ ഒന്ന് പ്രത്യക്ഷപ്പെടെ. എവിടെയാ ഗന്ധർവ? ഒന്ന് കാണണം. പ്രത്യക്ഷപ്പെട്ട പൊളിയും. പ്രത്യക്ഷപ്പെട്ടാൽ അടിപൊളിയായിരിക്കും എന്നാ പറയുന്നത്. അടിപൊളിയാണെന്ന് എനിക്ക് കാണണം ഗന്ധർവ. എനിക്ക് കൊതിയാണ്. എന്റെ മുമ്പിൽ വാ, എനിക്ക് കാണണം. അത്രയ്ക്ക് ആഗ്രഹമാണല്ലേ? എങ്കിലും ഒരു നിമിഷം കണ്ണടയ്ക്കും. ഇതാണോ ഗന്ധർവൻ? ഞാനാണ് ഗന്ധർവൻ. അയ്യേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. താ പോയേ. ഞാനാണ് ഗന്ധർവൻ. അയ്യോ ദുൽഖർ സൽമാനെ പോലെയൊക്കെ ഇരിക്കുമെന്നോട് പോയണോന്ന്. എനിക്ക് ഇഷ്ടപ്പെട്ട പോ. എനിക്ക് കാണണ്ട. അയ്യേ പോയേ. എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ എന്റെ അടുത്ത് വരല്ലേ, പൊക്കോട്ടോ. ഞാൻ ഇല്ല ഒച്ച വെക്കും. എന്താ ഒച്ച വെക്കും? ഒച്ച വെച്ചാൽ ഞാൻ മുമ്പ് വെക്കും. അയ്യേ പോയണോന്ന്. എന്നെ ഇഷ്ടപ്പെട്ടില്ലേ? ഇല്ല. അതെന്താ ഇഷ്ടപ്പെടാത്തെ? ഇത്ര അടുത്ത് നിന്ന് നോക്കുന്നുണ്ടോ? കുറച്ച് ദൂരെ നിന്ന് നോക്കിയാൽ വലിയ കുഴപ്പമൊന്നും വരത്തില്ല. അയ്യേ വേണ്ട, ശരിയാവില്ല. താ പോയേ. താ പോണോ? മംഗളം നേരുന്നു ഞാൻ മനസ്സിനി, മംഗളം നേരുന്നു ഞാൻ. അലിഞ്ഞു ചേർന്നതിൻ ശേഷമെൻ ജീവനെ പിരിഞ്ഞു പോയി നീ, എങ്കിലും ഇന്നും മംഗളം നേരുന്നു. അതെ വേണ്ട. ഈ രാത്രി ഞാൻ എവിടെ പോയി ഒപ്പിക്കാനാ? പോണ്ടെന്നല്ല പറ്റേ പറഞ്ഞത്. വേണ്ട, മിണ്ടണ്ടാന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ നേരത്തെ ചുമ്മാ പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. എനിക്ക് ഗന്ധേട്ടനെ ഭയങ്കര ഇഷ്ടായി. ഗന്ധേട്ടന്റെ ഈ പൊക്കവും വണ്ണവും ഈ തമാശയും പാട്ടും എല്ലാം അടിപൊളിയാ. ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്താണ് ഈ ഗന്ധേട്ടൻ? ഷോർട്ടാക്കിയതാ. ഇവിടെ എല്ലാം അങ്ങനെയാണ്. അപ്പൊ എന്നെ ഇഷ്ടപ്പെട്ടു? ഇഷ്ടപ്പെട്ടു. സത്യം? സത്യം. ഇനി ഒട്ടും സമയം കളയണ്ട. നമുക്ക് അതെന്താ ലേറ്റ് ആയി കഴിഞ്ഞാൽ ഇനി പുലർച്ചെ 7 മണിക്കേ ഉള്ളു എനിക്ക് കാർമേഘം. പുലർച്ചെ 7:30 കാർമേഘത്തിന് എനിക്ക് തിരിച്ചു പോകേണ്ടതാണ്. അതുകൊണ്ട് സമയം കളയണ്ട. കാർമേഘത്തിലോ? അതെന്താ? നിങ്ങൾക്കൊക്കെ യാത്ര ചെയ്യാൻ കാറും ട്രെയിനും ബസ്സും ഇതൊക്കെ ഉണ്ടല്ലോ. ഞങ്ങൾ കാർമേഘത്തിലാണ് യാത്ര ചെയ്യുന്നത്. ഇത് മിസ്സായി കഴിഞ്ഞാൽ ഇനി രാത്രി 12 മണിക്കുള്ള അടുത്ത കാർമേഘം. അതും മഴ പെയ്തു പോയാൽ തീർന്നു. നമുക്ക് താമസിക്കുന്നത് എനിക്ക് ഭയമല്ല. ഞാൻ ഗന്ധർവനല്ലേ? ഒരുപാട് ഊളപ്പറമ്പായല്ലേ വാഴക്കാരനോ? കണ്ണൂർ നോക്കണോ? ഞാനാണ് ഗന്ധർവൻ. എന്താണ് ഇതിന്റെ അർത്ഥം? ഗന്ധർവന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സ്വർഗ്ഗലോകത്തെ പാട്ടുകാരൻ. അതിനപ്പുറം വേറെ അർത്ഥമില്ല. അച്ഛൻ ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാ. ഇവരാണോ? ഇവരാരാ? ഞാൻ ഗന്ധർവനാന്ന് 100 തവണ പറഞ്ഞില്ലേ മനുഷ്യ? നീ ഗന്ധർവെന്ന് പറയാൻ നിന്റെ വല്ല ഐഡി കാർഡുണ്ടോ? ഐഡി കാർഡ് ഞങ്ങൾ ദേവലോകത്ത് ആ സാധനം ഉപയോഗിക്കത്തില്ലല്ലോ. അന്ന് ആധാർ കാർഡുണ്ടോ? ആധാർ കാർഡ് എന്താണ്? ഇതെന്താണ് ഈ ആധാർ കാർഡ്? ഞങ്ങൾ ദേവലോകത്ത് ഇത്യാദി സാധനങ്ങളൊന്നും ഉപയോഗിക്കത്തില്ല. അറ്റ്ലീസ്റ്റ് നിന്റെ ഒരു പാസ്ബുക്ക് എന്തെങ്കിലും. പാസ്ബുക്കോ? അതെന്തിനാണ്? ഗ്യാസിന്റെ സബ്സിഡിയെങ്കിലും കിട്ടുന്നതാണ്. ഞങ്ങൾ അവിടെ ഈ ഗ്യാസ് വെച്ചൊന്നും അല്ലായിരുന്നു. ഞങ്ങൾക്ക് അവിടെ ഗ്യാസിന്റെ ഉപയോഗമില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഇഷ്ടമുള്ളത് ഞങ്ങൾ എടുത്ത് തിന്നതാണ്. വേറെ എന്താ
വലിയ തെളിവുള്ളത് ചെറുകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മച്ചി ഒരു അഡ്രസ് തന്നു കിട്ടാൻ ബുക്കിളിനകത്ത് പോയോന്നു. അച്ഛാ ദേവലോകം വാസന്തി എന്റെ അമ്മയാണ്. അച്ഛാ ഞാൻ കല്യാണം കഴിക്കണമെങ്കിൽ ഈ ഗന്ധേട്ടനെ മാത്രമേ കല്യാണം കഴിക്കൂ. നടക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? അച്ഛൻ നടത്തി തന്നില്ല ഞാൻ ആത്മഹത്യ ചെയ്യും. നടന്നാൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്നത്. ഈ പറയുന്ന ദേവലോകം വാസന്തിയില്ലേ, അത് ഇവന്റെ അമ്മ, അതെന്റെ പഴയ ഭാര്യ. പിന്നെ അച്ഛനെങ്ങനെ എത്തി? എടാ ഇതിന്റെ കൂട്ട് പണ്ടത്തെ പോലെ ഞാൻ ജനിക്കാൻ വേണ്ടി വന്ന ഇവിടെ ഇവളുടെ അമ്മയെ നാട്ടുകാരും കൂടെ കൂട്ടി പിടിച്ച് എന്നെ കെട്ടിച്ചു. എടാ എന്റെ മക്കളാണ് നിങ്ങൾ രണ്ടുപേരും. എന്താണ് മോനെ? ഒരു പാഴായി പോയ ഒരു ഗന്ധർവ സംഗമം. എന്താണ് മോനെ? ഒരു ഗന്ധർവ